സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. നമ്മുടെ ആളുകൾ ആ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ മുൻപോട്ട് വരണം. എനിക്ക് കഴിയത്തില്ല, എനിക്കൊന്നും ഇതിനകത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആളുകളൊക്കെ മുൻപോട്ട് വരണം. ഇതിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം ലീഡർ എന്ന് പറയുന്നത്. ഒരു ജനത്തിന്റെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. ഇവിടെ പോകുമ്പോൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അവർ ക്ഷീണിച്ച് അവശയാകും എന്ന് കണ്ട യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. ഈ ജനത്തിന് മുൻപിൽ ജനത്തിന്റെ ആവശ്യം അറിയുന്ന ഒരു ലീഡറായിട്ട് തീരാൻ നമുക്ക് സാധിക്കണം. പ്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമുക്ക് ഇന്ന് ഒരുമിച്ച് കൂടി വരുവാൻ ദൈവം ഒരുക്കിയ ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വചനഘോഷണത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഇന്ന് നമ്മുടെ ഒരുമിച്ചുള്ള ചിന്തയ്ക്കും ധ്യാനത്തിനുമായി തെരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങൾ. വിശുദ്ധ യോഹന്നാൻ 6:1 മുതൽ 15 വരെ. ആർക്കെങ്കിലും ഒരാൾക്ക് പ്രാർത്ഥിക്കാം, ഒരാൾക്ക് വായിക്കാം. അവൻ രോഗികളിൽ ചെയ്ത അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. യേശു മലയിൽ കയറി ശിഷ്യന്മാരോട് കൂടെ ഇരുന്നു. യഹൂദന്മാരുടെ പെരുന്നാൾ അടുത്തിരുന്നു. യേശു വലിയൊരു പുരുഷാരത്തിന്റെ അടുക്കൽ വരുന്നത് കണ്ടിട്ട് ഫിലിപ്പോസിനോട്, തിന്നുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. ഇത് അവനെ പരീക്ഷിക്കാൻ അത്രേ ചോദിച്ചത്. താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു. ഫിലിപ്പോസ് അവനോട്, ഓരോരുത്തരും അല്പാൽപ്പം ലഭിക്കേണ്ടതിന് 100 പണത്തിന് അപ്പം മതിയാകുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ ഒരുത്തനായ ശിമയോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് അവനോട്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനുമുണ്ട്. എങ്കിലും ഇത്ര പേർക്ക് അത് എന്തുള്ളൂ എന്ന് പറഞ്ഞു. യേശു ആളുകളെ ഇരുത്തിരിഞ്ഞെന്ന് യേശു പറഞ്ഞു. ആ സ്ഥലത്ത് വളരെ പുല്ലുണ്ടായിരുന്നു. 5000-ഓളം പുരുഷന്മാരുന്നു. പിന്നെ യേശു അപ്പം എടുത്ത് വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ട് കൊടുത്തു. അങ്ങനെ തന്നെ മീനും വീടുന്നത്തോളം കൊടുത്തു. അവർക്ക് തൃപ്തിയായ ശേഷം അവൻ ശിഷ്യന്മാരോട്, ശേഷിച്ച കഷ്ണം ഒന്നും നഷ്ടമാക്കാതെ ശേഖരിപ്പിക്കുന്നു പറഞ്ഞു. 5 യവത്തപ്പവും ശേഷിച്ച കഷ്ണം അവൻ ശേഖരിച്ചു. 12 കൂട്ട നിറച്ചെടുത്തു. അവൻ ചെയ്ത അടയാളം ആളുകൾ കണ്ടിട്ട് ലോകത്തിലേക്ക് വരുവാനുള്ള പ്രവാചകൻ ഇവനാകുന്നു. 15-ാമത്തെ വാക്യം കൂടെ. അവർ വന്നു തന്നെ പിടിച്ചു രാജാവാക്കുവാൻ ഭാവിക്കുമെന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് പോയി. പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവും നല്ല ദൈവവുമേ, ഞങ്ങൾക്ക് ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ വചനത്തിന് മുൻപിൽ ഇരുപ്പാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നല്ലോ. വചനത്തിന്റെ മർമ്മങ്ങളെ ഗ്രഹിപ്പാൻ അടിയങ്ങളെ അവിടുന്ന് സഹായിക്കണമേ. അടിയന്റെ വായിലെ വാക്കുകളോടുകൂടി അവിടുന്ന് ഇരിക്കണമേ. ഞങ്ങളുടെ ഒരുമിച്ചുള്ള ധ്യാനം അങ്ങേക്ക് പ്രസാദകരമായിരിക്കണമേ. മാനവും മഹത്വവും അവിടുന്ന് തന്നെ എടുക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. പ്രിയപ്പെട്ട കുഞ്ഞുമഞ്ചായനോട് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നതിൽ ഏറ്റവും സന്തോഷം. ശാരീരികമായ ചില പ്രയാസങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇത്രത്തോളം ബലത്തോടെ സൗഖ്യത്തോടെ നിൽപ്പാൻ ദൈവം സഹായിക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം. ഈ ആഴ്ച പലതുകൊണ്ടും പ്രാധാന്യം അർഹിക്കുന്ന ദിവസങ്ങളാണ്. ഒന്ന്, സഭയുടെ 15 നോമ്പിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നവീകരണത്തിൻ്റെ നല്ല ഓർമ്മകൾ പങ്കിടുന്ന ചില ദിവസങ്ങൾ കൂടെയാണ്. ആദ്യമായി മലയാളത്തിൽ കുർബാന അർപ്പിച്ച ദിവസങ്ങളാണ് നോമ്പിൻ്റെ ആരംഭത്തിലും അവസാനത്തിലും. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അതിനൊരു പ്രാധാന്യമുണ്ട്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട പ്രാധാന്യമാണ് രാജ്യം അതിൻ്റെ 78 വർഷങ്ങൾ സ്വാതന്ത്ര്യ ദിനത്തോട് ചേർന്നുകൊണ്ട് വരികയാണ്. 2027 ആകുമ്പോൾ 80ാമത്തെ സ്വാതന്ത്ര്യ ദിനമാണ് കൊണ്ടാടുന്നത്. അല്ലെങ്കിൽ 2027 അവസാനിക്കുമ്പോൾ 2027 വരുമ്പോൾ അത് 80 വർഷം പൂർത്തീകരിക്കപ്പെടുകയാണ്. അപ്പോൾ രാജ്യം അതിൻ്റെ വലിയ സ്വാതന്ത്ര്യ ദിനം ഈ വെള്ളിയാഴ്ച ആഘോഷിക്കുമ്പോൾ ദൈവം നമുക്ക് ചില
തന്ത്രങ്ങൾ അല്ലെങ്കിൽ ചില മാർഗനിർദ്ദേശങ്ങൾ ചില സംഭവങ്ങളിലൂടെ പകർന്നു നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. യേശുവിന്റെ ജീവിതത്തിൽ പലതരത്തിലുള്ള അത്ഭുതങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഒരു സംഭവത്തിന് നമ്മുടെ മുൻപിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. യേശു തിബരിയാസ് എന്ന ഗലീല കടലിന്റെ അക്കരയ്ക്ക് പോയി. അവിടെ വളരെ അധികം ആളുകൾ യേശുവിനെ പിന്തുടരുകയാണ്. രോഗികളെ സൗഖ്യമാക്കുന്നു, അനവധി അത്ഭുതങ്ങൾ ചെയ്യുന്നു. യഹൂദന്മാരുടെ പെസഹ പെരുന്നാളിന്റെ സമയമാണ്. ഇങ്ങനെ വലിയ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വളരെയേറെ പ്രക്ഷുബ്ധമായ തിരക്കുള്ള ഒരു ദിനത്തിൽ കർത്താവിൻ്റെ ഈ അത്ഭുതം ഏറെ ശ്രദ്ധ നമുക്ക് പകർന്നു നൽകുന്നതാണ്. ഈ വേദഭാഗത്തിൽ ഒരു ക്രിസ്ത്യൻ ലീഡർ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കർത്താവ് പഠിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഒരുമിച്ച് പങ്കുവെക്കുവാനായിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത്. എങ്ങനെയായിരിക്കണം ഒരു ക്രിസ്ത്യൻ ലീഡർ പ്രവർത്തിക്കേണ്ടത്? നമ്മുടെ ആളുകളൊക്കെ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ മുൻപോട്ട് വരണം. രാഷ്ട്രീയ പ്രവർത്തകനാകുക എന്ന് പറയുന്നത് അഭിമാനമായി കണ്ടുകൊണ്ട് നമ്മുടെ ധാരാളം ആളുകൾ ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരണം. ഇന്നത്തെ ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഈ രാഷ്ട്രീയ പ്രവർത്തനത്തെ ഒരു ധനസമ്പാദനത്തിനുള്ള മാർഗമായി പലരും കാണുന്നു എന്നതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. എന്നാൽ അതിനപ്പുറത്ത് രാജ്യത്തെ സേവിക്കുവാൻ, സ്നേഹിക്കുവാൻ, പ്രവർത്തിക്കുവാൻ കഴിയുന്ന യുവജനങ്ങളെയും പ്രായമുള്ളവരെയും ഒക്കെ ഈ നാളുകളിൽ നമുക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ഏതാനും മാസങ്ങളൊക്കെ കഴിയുമ്പോൾ നമ്മുടെ സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണ്. നമ്മുടെ ആളുകൾ ആ തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കാൻ മുൻപോട്ട് വരണം. എനിക്ക് കഴിയത്തില്ല, എനിക്കൊന്നും ഇതിനകത്തൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറി നിൽക്കേണ്ട കാര്യമില്ല. നമ്മുടെ ആളുകളൊക്കെ മുൻപോട്ട് വരണം. ഇത് ഒരു അധികാരത്തിന്റെ ചിഹ്നമായിട്ടല്ല, മറിച്ച് ഒരു സേവനത്തിന്റെ മാർഗമായി എൻ്റെ രാജ്യത്തെ ശുശ്രൂഷിപ്പാൻ എനിക്ക് കഴിയണം എന്ന വലിയ ചിന്ത നമുക്കുണ്ടാകണം. നമ്മുടെ പൂർവികർ അത് നമുക്ക് പകർന്നു തന്ന നല്ല സന്ദേശമാണ്. നമുക്ക് ഓർമ്മയുള്ള ഈ നാളുകളിലൊക്കെ പലരും പറയുന്ന ഒരു പേരാണ് ടൈറ്റസ് ജി എന്ന് പറയുന്നത്. ഉപ്പ് സത്യാഗ്രഹത്തിന് പോയ ആളുകളുടെ കൂട്ടത്തിൽ കേരളത്തിൽ നിന്നുള്ള ഏക വ്യക്തി അത് കോഴഞ്ചേരിക്കാരനായ ടൈറ്റസ് ജി എന്ന മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുടുംബവുമായി എനിക്ക് വളരെ അടുത്ത ഒരു ബന്ധം ഞങ്ങൾ ഭോപ്പാലിൽ ഉണ്ടായിരുന്ന സമയത്ത് കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിച്ചു. ടൈറ്റസ് ജി, ഞാൻ ഭോപ്പാലിൽ ചെല്ലുമ്പോൾ അദ്ദേഹം മരിച്ചിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകൻ മറ്റൊരു ടൈറ്റസ്, അദ്ദേഹത്തിന്റെ കുടുംബവുമായി ഞങ്ങൾക്ക് വളരെ അടുത്തൊരു ബന്ധം കാത്തു സൂക്ഷിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോ ഈ ടൈറ്റസ് ജി അന്നത്തെ കാലഘട്ടത്തിൽ ഇവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ താമസിക്കുകയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുകയും ചെയ്ത ഒരു നല്ല ലീഡറായിരുന്നു. കാരണം കേരളത്തിൽ നിന്നുള്ള ഏക മനുഷ്യൻ എന്ന നിലയിൽ എപ്പോഴും ഓർമ്മിക്കപ്പെടുന്ന ഒരാളാണ്. അത്തരത്തിലുള്ള എത്രയോ പേരുണ്ട്. നമ്മുടെ തൊട്ടടുത്ത് റോസമ്മ പുന്നൂസിനെ ഉൾപ്പെടെയുള്ള ധാരാളം ആളുകൾ നമ്മുടെ ചരിത്രത്തിലുണ്ട്. അത് പറയുമ്പോൾ നമുക്കൊരിക്കലും മറക്കാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് കോവൂരച്ചൻ. സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഇവിടെ തിരുവിതാംകൂർ പ്രജാസഭ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ വളരെയേറെ സജീവമായി നേതൃത്വം നൽകിയ ഒരു മനുഷ്യനായിരുന്നു കോവൂരച്ചൻ എന്ന് പറയുന്നത്. ഒരു വൈദികൻ എന്ന പദവിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്തിന്റെ അന്ന് തിരുവിതാംകൂർ രാജ്യത്തിന്റെ പ്രജാസഭയിൽ ശക്തമായ ചില നിയമനിർമ്മാണത്തിനും ശക്തമായ ചില നിലപാടുകളും എടുത്ത് മുൻപിൽ വരുവാനായിട്ട് കഴിഞ്ഞ ഒരാളാണ് കോവൂരച്ചൻ. ഇങ്ങനെ എത്രയോ ആളുകൾ നമുക്കുണ്ട്. ഒരർത്ഥത്തിൽ നമ്മുടെ ഒരംഗമാണ് ഇപ്പോൾ നമ്മുടെ നിയമസഭാ മണ്ഡലത്തിന്റെ പ്രതിനിധീകരിക്കുന്നത് എന്നതും നമുക്കൊരു വളരെ അഭിമാനകരമായ കാര്യമാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെയൊക്കെ ഒരു പ്രവർത്തന മേഖലകളിൽ ഇപ്പൊ എല്ലാവർക്കും MLA ആകാനോ MP ആകാനോ ഒന്നും സാധിച്ചില്ല എന്ന് വരാം. എന്നാൽ നമ്മളെ ആക്കുന്ന ഇടത്ത് വ്യക്തമായ ചില പ്രവർത്തനങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കണം. അത് കേവലം ഒരു പഞ്ചായത്ത് മെമ്പർ ആകുന്നതിൽ മാത്രം ഒതുങ്ങുന്നതല്ല.
മറിച്ച് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാമോ അവിടെയൊക്കെ ചെയ്യാനായിട്ട് ഉള്ള വലിയ ഒരു ആഹ്വാനമാണ് നൽകുന്നത്. അതുകൊണ്ട് ഈ വേദഭാഗം എന്തെല്ലാം കാര്യങ്ങളാണ് ഒരു ലീഡർ ശ്രദ്ധിക്കേണ്ടതെന്ന് വേഗത്തിൽ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒന്ന്, ഒരു ജനത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരാളായിരിക്കണം ലീഡർ എന്ന് പറയുന്നത്. ഒരു ജനത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. ഇവിടെ യേശു അവരോട് പറയുന്നു, യോ ഇത്രയും ജനക്കൂട്ടമുണ്ട്, ഇവർക്ക് വിശന്നിരിക്കുകയാണ്. ഈ വിശപ്പ് കാണാനായിട്ട് ഉള്ള വലിയ ഒരു മനസ്സാണ് ഉണ്ടാകേണ്ടത്. അവരാരും പറഞ്ഞില്ല, അയ്യോ എനിക്ക് ഭക്ഷണം തരണമെന്നോ എങ്ങനെ എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്യണമെന്നോ ഒന്നും പറഞ്ഞില്ല. എന്നാൽ അവർ മടങ്ങിപ്പോകുമ്പോൾ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് അവർ ക്ഷീണിച്ച് അവശയാകും എന്ന് കണ്ട യേശുവിനെയാണ് നമ്മൾ കാണുന്നത്. ഈ ജനത്തിന് മുൻപിൽ ജനത്തിന്റെ ആവശ്യം അറിയുന്ന ഒരു ലീഡറായിട്ട് തീരാൻ നമുക്ക് സാധിക്കണം. ഇത് ഒരുപക്ഷെ ഒരു സമ്പത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല, ഒരുപക്ഷെ നമ്മുടെ ഈ ചുറ്റുപാടുള്ള ചില ആളുകൾ സമാധാനമില്ലാതെ നിൽക്കുന്നവരുണ്ടാകാം. അവർക്ക് സമാധാനം നൽകാനായിട്ട് സാധിക്കണം. അതാണ് ഒരു ലീഡറിന്റെ ചുമതല എന്ന് പറയുന്നത്. ഒരുപക്ഷെ നമ്മളുടെ ചുറ്റുപാടുള്ള എത്രയോ പേര് ഭവനമില്ലാതെ ഇരിക്കുന്നുണ്ടാവാം. അവർക്ക് എങ്ങനെയാണ് നമുക്കൊരു ഭവനം നമുക്ക് വെച്ചു കൊടുക്കാനായിട്ട് സാധിക്കുന്നത്? ഒരുപക്ഷെ കരുണയ്ക്കായിട്ട് യാചിക്കുന്ന ചില ആളുകൾ ഉണ്ടാവാം. അവർക്ക് കരുണ കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ ചിലർക്ക് ചില അറിവിന്റെ ചില തലങ്ങളായിരിക്കാം ഉണ്ടാകേണ്ടത്. എന്തുമായിക്കൊള്ളട്ടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുമുള്ള ജനത്തിന്റെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് കഴിയുന്ന ഒരു നല്ല സ്വഭാവ വിശേഷത നമ്മുടെ ഒരു നല്ല ലീഡർക്കുണ്ടാകണം എന്നതാണ്. അതുകൊണ്ട് ഈ 13-ാം വാർഡ് അല്ലെങ്കിൽ 14-ാം വാർഡ് നിൽക്കുന്ന ഈ 1000 പേർ 1200 പേരുള്ള ഈ മേഖലയിൽ ആ ജനത്തിന്റെ ആവശ്യം തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. എന്താണ് അവരുടെ ആവശ്യം? ഇവിടെ ഒരു കോളേജിന്റെ ആവശ്യമില്ലായിരിക്കാം, ഇവിടെ ഒരു വലിയ ഫാക്ടറിയുടെ ആവശ്യമില്ലായിരിക്കാം. ഇവിടുത്തെ ജനത്തിന് എന്താണ് ആവശ്യം, അത് കണ്ടറിയാനായിട്ട് നമുക്ക് കഴിയണം. നമ്മള് കർത്താവിനെ കുറിച്ച് തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പേ നിങ്ങളുടെ ആവശ്യം ആരറിയുന്നു? പിതാവ് അറിയുന്നു. അതാ കർത്താവ് നമുക്ക് തരുന്ന ഒരു ഗൈഡ് ലൈൻ, മോഡൽ എന്ന് പറയുന്നത് അതാണ്. അതുകൊണ്ട് ഒന്നാമത് എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത്, ഈ ഒരു ലോകത്തിൽ ഈ ഒരു മേഖലയിൽ നമുക്ക് മറ്റുള്ളവരുടെ ആവശ്യം അവര് പറഞ്ഞിട്ടല്ല, അവര് പറയാതെ തന്നെ അവരെന്റെ കണ്ണിൽ നോക്കി അവന്റെ ദുഃഖം മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്ന ഒരു ജീവിത സാഹചര്യം ഉണ്ടാകണം. അതുകൊണ്ട് ഇതാ നമുക്ക് ഒന്നാമത് പങ്കുവെക്കുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ഒരു ലീഡർ ആകാൻ ആഗ്രഹിക്കുന്ന ആൾ, അല്ലെങ്കിൽ നമ്മൾ പ്രവർത്തിക്കേണ്ട ഒന്നാമത്തെ രീതി എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ആവശ്യം കണ്ടറിഞ്ഞ് പ്രവർത്തിക്കാനായിട്ട് കഴിയണം. രണ്ടാമതായിട്ട് സ്വയം ശൂന്യവൽക്കരിക്കുന്ന ഒരു സ്വഭാവവിശേഷതയുള്ളവരായിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്. സ്വയം ശൂന്യവൽക്കരിക്കുക എന്നതാണ്. എന്നാൽ ഈ ആധുനിക കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, ഒരു ലീഡറായി കഴിയുമ്പോൾ പിന്നെ എങ്ങനെയാണ് പണമൊക്കെ വന്നു ചേരുന്നതെന്ന് അറിയത്തില്ല. ഒരു MLA ആകുന്നതിന് മുമ്പ് 8,000 രൂപ ബാങ്ക് ബാലൻസും 50,000 രൂപ കടവുള്ള ആള് 10 വർഷം MLA ആയി കഴിയുമ്പോൾ കോടികളുടെ ആസ്തി ഉണ്ടാകുന്നു. എങ്ങനെ ഉണ്ടാകുന്നു? ശമ്പളത്തിലൂടെ ആണെങ്കിൽ നല്ല കാര്യം, ശമ്പളമൊക്കെ സേവ് ചെയ്താണ് ഇത് ഉണ്ടാക്കുന്നതെങ്കിൽ. എന്നാൽ ഒരു ലീഡർ എന്ന് പറയുന്നത് ജനത്തിന്റെ രക്തമൂറ്റി കുടിക്കുന്ന രക്തരക്ഷസുകളല്ല, മറിച്ച് തൻ്റെ രക്തം മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്ന യേശുവിന്റെ മാതൃക ഉൾക്കൊണ്ട് ജീവിക്കുന്നവരായിരിക്കണം
എന്നതാണ് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. നമ്മളെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന ആളുകൾ മാത്രമാണ്. നമ്മൾ സ്റ്റുവേർഡ്സ് ആണ്. നമ്മൾ ഇത് പങ്കിടാനായിട്ട് വിതരണക്കാരൻ മാത്രമാണ് എന്ന ഒരു ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കേണ്ടതാണ്. അതുകൊണ്ട് ഇവിടെ വേദഭാഗം നമ്മളോട് പറയുകയാണ്, ഇവിടെ ഒരു ബാലകനുണ്ട്, അവന്റെ പക്കൽ 5 യവത്തപ്പവും 2 മീനും ഉണ്ട്. ഇവിടെ നമുക്കുള്ളതും നമ്മുടെ സമൂഹത്തിലുള്ളതുമായ വിഭവങ്ങളെ പങ്കിട്ട് കൊടുക്കുവാൻ, ഷെയർ ചെയ്യുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉളവാക്കുന്ന ആളായിരിക്കണം ഒരു ലീഡർ എന്ന് പറയുന്നത്. ഇയാളെ സംബന്ധിച്ച് ഇയാളുടെ കയ്യിലൊന്നുമില്ല, എന്നാൽ അയാൾ മനസ്സിലാക്കുകയാണ് ഇവിടെ ഒരു ബാലകനുണ്ട്, ഈ ബാലകന്റെ പക്കൽ 5 അപ്പവും 2 മീനും ഉണ്ട് എന്നതാണ്. ഇവിടെ പല കാര്യങ്ങൾ അതിനകത്ത് ഉൾക്കൊണ്ടിട്ടുണ്ട്. ഒന്ന്, മറ്റുള്ളവരെ യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു നല്ല മനസ്സ് ഈ വ്യക്തിക്കുണ്ട്. കാരണം മറ്റുള്ള ഒരാളുടെ കയ്യിലിരിക്കുന്ന സാധനം പൊതുപ്രയോജനത്തിനായിട്ട് കൊണ്ടുവരുവാനായിട്ട് കഴിയണമെങ്കിൽ ഈ ആളിലുള്ളൊരു വിശ്വാസമുണ്ട്, ഇത് കൊണ്ടുപോയാൽ ഇത് പ്രയോജനം ചെയ്യുമെന്ന് ഒരു വിശ്വാസമുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു പ്രവർത്തനത്തിൻ്റെ ഘടകം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു മറ്റുള്ളവർക്ക് പങ്കുവെക്കലിൻ്റെ ഒരു വലിയ സന്ദേശം നമുക്ക് പകർന്ന് നൽകുകയാണ്. ഇവിടെ ഇത് ഇത്രയേ ഉള്ളൂ, എന്നാൽ അത് മറ്റുള്ളവർക്ക് വേണ്ടി പങ്കിടാനായിട്ട് ഉള്ള ഒരു വലിയ മനസ്സാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഈ പങ്കുവെക്കലിൻ്റെ വലിയ അനുഭവം നമുക്ക് ഉണ്ടാകണം. പങ്കിടാനായിട്ടുള്ള വലിയ മനസ്സ്, സ്വയം ശൂന്യവൽക്കരിച്ച് നമ്മുടെ വിഭവങ്ങളെ മറ്റുള്ളവരുമായിട്ട് പങ്കിടാൻ കഴിയണം. നമുക്കറിയാം, ഈ ഇവിടെയുള്ള പല ആളുകളിലും പണ്ട് കാലഘട്ടത്തിൽ നമ്മുടെ ആളുകളൊക്കെ പോസ്റ്റ് ഓഫീസിന് സംഭാവനകൾ സ്ഥലം നൽകിയവരുണ്ട്. അതുപോലെ തന്നെ മറ്റ് പൊതുപ്രയോജനത്തിനായിട്ട് ലാൻഡും പണവും ഒക്കെ ധാരാളം സംഭാവനകൾ നൽകിയവരുണ്ട്. അങ്ങനെയാണ് ഈ രാജ്യം വളർന്നത്. ഒരു കാലഘട്ടത്തിൽ അങ്ങനെയാണ് വളർന്നത്. ഗവൺമെന്റ് ഇന്നിപ്പോ 80 വർഷം കഴിഞ്ഞു, 80 വർഷത്തിനടുക്കുന്നു. എങ്ങനെ ഈ രാജ്യം വളർന്നു? എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ്, അവർ പങ്കിടാൻ മനസ്സ് കാട്ടിയത് കൊണ്ടാണ്. ആ കാലഘട്ടത്തിൽ EMS പോലെയുള്ളവരുൾപ്പെടെയുള്ള നിരവധി ആളുകൾ നമുക്കതിന് നല്ല മാതൃകകളാണ്. അപ്പം ഇവിടെ ഈ സംഭവം നമ്മളോട് പറയുകയാണ്, നമുക്ക് പങ്കുവെക്കുന്നതിലൂടെയാണ് ഒരു രാജ്യം വളരുന്നത് എന്ന് പറയുന്നത്. പങ്കുവെക്കുന്നതിലൂടെയാണ് രാജ്യം എപ്പോഴും വളരുന്നത്. എനിക്ക് മാത്രം ഉണ്ടാകണം, ഞാൻ അങ്ങനെ വളരണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല. അങ്ങനെ വന്നാൽ നമ്മൾ കുറേയൊക്കെ ഇങ്ങനെ വരുമെങ്കിലും അൾട്ടിമേറ്റ്ലി രാജ്യം വളരത്തില്ല. ഇന്ന് നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പലയിടങ്ങളിലുമുള്ള പ്രശ്നങ്ങളെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതാണ് നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് ഒരു നല്ല നേതൃത്വം ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നതിൻ്റെ ഒരു പരിണിത ഫലമാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിൻ്റെ സുന്ദരമായ ചില അനുഭവങ്ങൾ എന്നത് ഈ വേദഭാഗം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ഈ വേദഭാഗം നമ്മളോട് പറയുകയാണ്, ചെറിയ തുടക്കങ്ങളാണ് വലിയ അനുഭവങ്ങളിലേക്ക് വരുന്നത്. ചെറിയ തുടക്കങ്ങൾ വലിയ പ്രസ്ഥാനങ്ങളായി വളരും. ഇപ്പം ഇവിടെ കർത്താവ് പറഞ്ഞു കൊണ്ടുവരണം, എന്തെങ്കിലുമൊക്കെ കൊടുക്കാൻ കൊണ്ടുവരണം. ഉടനെ തന്നെ പറഞ്ഞു, ഉടനെ ഇവിടെ ഫിലിപ്പോസിന്റെ എക്കണോമിക്സ് വർക്ക് ചെയ്തു. അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്തു, ഇത്ര ആളുകളുണ്ട്, ഇത്ര ആളുകൾക്ക് ഇത്ര അപ്പം വെച്ചിട്ട് ഒരപ്പത്തിന് 10 രൂപ, ആ 10 രൂപ വെച്ചിട്ട് 500 പേര് 3 രൂപ 3 അപ്പം ഒരാൾക്ക് കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ 15,000 അപ്പം വേണം. അതുപോരാ, സ്ത്രീകളും കുട്ടികളും വേറെ ഉണ്ട്. അങ്ങനെ കണക്കുകളൊക്കെ ഇങ്ങനെ നോക്കി. കണക്കുകൾ നോക്കിയപ്പോൾ അദ്ദേഹം പറയുകയാണ്, എന്താ പറഞ്ഞത്, അല്പമെങ്കിലും 3 അപ്പം പോലും ഇല്ല,
ഒരപ്പത്തിന്റെ മുറിയെങ്കിലും വെച്ച് കൊടുക്കണമെങ്കിൽ എന്തോ വേണം? 200 പണത്തിന് തീരത്തില്ല. ആ പണത്തിന്റെ വലുപ്പമൊക്കെ അവിടെ കിടക്കട്ടെ. അപ്പൊ ഇവിടെ പറയുന്നത് ഈ വലിയ കാര്യങ്ങളിലൂടെ അല്ല, മറിച്ച് ഇവിടെ ഒരു അത്ഭുതം നടന്നത് എങ്ങനെയാ? ഇവിടെ അത്ഭുതം നടന്നത് ഈ ചെറിയ ബാലന്റെ വലിയ സംഭാവനയിലൂടെയാണ്. അപ്പൊ നമുക്ക് ചില ചെറിയ തുടക്കങ്ങൾ നമുക്ക് അത് നല്ല വലിയ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കും. നമ്മുടെ പല പ്രസ്ഥാനങ്ങളും അങ്ങനെ തുടങ്ങിയതാണ്. ഇപ്പൊ ആനപ്രമ്പ ജൂബിലി മന്ദിരത്തിൽ ആദ്യം റാഹേൽ എന്ന് പറഞ്ഞ ഒരു അമ്മച്ചി തൻ്റെ സ്വത്ത് മുഴുവനായിട്ട് നൽകിയപ്പോൾ അവിടെ ആനപ്രമ്പാൽ പള്ളി ആരംഭിച്ച ഒരു കൊച്ചു പ്രസ്ഥാനം അവിടെ ഇന്നിപ്പോ 60-65 പേരോളം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഒരു ചെറിയ തുടക്കമാണ് ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്നത്. ഇപ്പൊ ഗാന്ധി ഭവനെ കുറിച്ച് അത് പറയുന്നുണ്ട്. ഗാന്ധി ഭവനില് ഇത്രയും ആളുകൾ അവിടെ താമസിക്കാനായിട്ടിടയായത് ചെറിയ ഒരു മനുഷ്യന്റെ ചെറിയ തുടക്കം. അപ്പൊ നമ്മൾ ഈ ചെറിയ തുടക്കങ്ങൾ നമുക്ക് വലിയ സാധ്യതകളെ പകർന്നു നൽകുക. ഒരു ലീഡർ എപ്പോഴും ഇങ്ങനെ എല്ലാ പണമൊക്കെ കൊണ്ടുവന്നതിന് ശേഷം ഇതെല്ലാം ചെയ്യാമെന്നൊന്നും വിചാരിച്ചാൽ യാതൊരു തരത്തിലും നമുക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഞാൻ പറയാൻ ശ്രമിക്കുന്നത്, ഈ ഒരു ലീഡർ എന്ന് പറയുന്നത് ഈ ഏറ്റവും ഭംഗിയായി ചെറിയ തുടക്കങ്ങളിൽ പോലും സാധ്യതകളെ കണ്ടെത്താനായിട്ട് കഴിയുന്ന ആളായിരിക്കണം. സാധ്യതകളെ കണ്ടെത്തണം. ആ ചെറിയ തുടക്കങ്ങൾ, അത് മാത്രമല്ല ആ ചെറിയ തുടക്കങ്ങളിലൂടെ അത് ഭംഗിയായി അതിനെ വിനിമയം ചെയ്യുന്നതിലൂടെയാണ്. ഇവിടെ നമ്മൾ കാണുന്നുണ്ട്, യേശു ഇഷ്ടം പോലെ നൽകി കഴിഞ്ഞപ്പോൾ എന്താണ് അവിടെ പഠിപ്പിക്കുക? മിച്ചം വന്നത് എന്ത് ചെയ്തു? മിച്ചം വന്നത് ഒഴുക്കിക്കളയല്ല, മറിച്ച് അത് ശേഖരിച്ചു വെച്ചു. എന്തിനു വേണ്ടിയാ? ഇനി അത് ഉപയോഗിക്കണം. നമ്മളിപ്പോ ഒരു കല്യാണത്തിനാണെങ്കിലും മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ആണെങ്കിലും എന്തുമാത്രമാണ് വളരെ ആർഭാടമായ പ്രവർത്തനങ്ങൾ, നിരുത്തരവാദപരമായി നമ്മുടെ വിഭവങ്ങൾ ഉപയോഗിക്കുക. അത് പാടില്ല എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് ലഭിക്കുന്ന വിഭവങ്ങളെല്ലാം നമുക്ക് മാത്രമായിട്ടുള്ളതല്ല, നിങ്ങളത് ശേഖരിച്ചു വെക്കണം, ഇനിയും ചില ആളുകൾക്ക് കൊടുക്കാനായിട്ടുണ്ട്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് അവിടെ എല്ലാം ഇങ്ങനെ അവർ ശേഖരിച്ച് വെച്ച് ഏറ്റവും ഭംഗിയായി അത് വിനിയോഗിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അങ്ങനെ ഈ വേദഭാഗത്തിൽ നമ്മളെ പഠിപ്പിക്കുകയാണ്, ഇത് നമ്മൾ വളരെ ഭംഗിയായി മിതത്വത്തോടുകൂടെ ഉപയോഗിക്കണം. നമ്മുടെ വിഭവങ്ങളെയൊക്കെ അങ്ങനെ ആയിരിക്കണം. നമ്മൾ ഈ കാലഘട്ടത്തിലൊക്കെ ഒത്തിരിയും ഈ മണ്ണിടിച്ചിലും ഉരുളുപൊട്ടലും ഒക്കെ ഭീതി നേരിടുന്ന ഒരു കാലഘട്ടത്തിലാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ? നമ്മൾ ഒരു കാലഘട്ടത്തിൽ ഒരു വിവേചനവും ഇല്ലാതെ പാറമടകളൊക്കെ പൊട്ടിച്ചു. അവസാനം എന്തോ സംഭവിച്ചു? ഈ പാറമടകൾ ശേഖരിക്കപ്പെടുവാനുള്ള വെള്ളത്തിന്റെ പരിമിതി, അതിന്റെ ബലക്ഷയം, ഇതെല്ലാം കൂടെ വന്ന് ഈ പാറകളെല്ലാം പൊട്ടിച്ച് നമ്മളെ തന്നെ ഇല്ലാതെയാക്കുകയാണ്. അതുകൊണ്ട് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഈ വിഭവങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഉപയോഗിച്ച് തീർക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, അത് ശേഖരിച്ചു വെക്കണം, അത് വരും തലമുറയ്ക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് എന്ന വലിയ ചിന്തയാണ് ഇവിടെ പറയുന്നത്. അവസാനമായിട്ട്, സമയം പോകുന്നല്ലോ, അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അവസാനം ഈ 15-ാമത്തെ വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കുക. അവർ വന്ന് തന്നെ പിടിച്ച് രാജാവാക്കുവാൻ ഭാവിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് പിന്നെയും തനിച്ച് മലയിലേക്ക് വാങ്ങിപ്പോയി. ഈ അധികാരഭ്രമത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന കർത്താവിനെയാണ് നമ്മളിവിടെ കാണുന്നത്. അധികാരഭ്രമത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്ന കർത്താവിനെ നമ്മൾ ഈ വേദഭാഗത്ത് കാണുക. ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ അധികാരത്തിൽ നിന്ന് വിട്ടുമാറാത്ത ആളുകളുടെ എണ്ണം കൂടുന്നത്. ദൗത്യങ്ങൾ നിർവഹിക്കാനായിട്ട് ആളുകൾ നിൽക്കണം, ഓടിപ്പോകാൻ പാടില്ല, അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു. എങ്കിലും ഈ അധികാരത്തിന് വേണ്ടി, സ്വാർത്ഥതയ്ക്ക് വേണ്ടി നിൽക്കുന്ന ആളുകളോടൊപ്പം യേശു ഒരിക്കലും നിന്നില്ല. യേശു നിന്നത് ഈ അധികാരഭ്രമത്തിൽ നിന്ന് ഓടിപ്പോകാനായിട്ടാണ്. ഏതാനും നാളുകൾക്ക് മുമ്പ് തിരുവല്ലയിൽ കുർലോസ് തിരുമേനിക്കൊക്കെ മുൻപുണ്ടായിരുന്ന തിമത്യോസ് തിരുമേനി എന്ന് പറഞ്ഞ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ തിരുമേനി ആക്കാനായിട്ടുള്ള ക്ഷണം വന്നപ്പോൾ
ആദ്യം അദ്ദേഹം നിരസിച്ചു, എനിക്ക് അങ്ങനെയൊന്നും ആകണ്ട, ഞാനൊരു സാധാരണ വൈദികനായി ശുശ്രൂഷ നിർവഹിച്ചോളാം. എന്നാൽ അവിടെ നിന്ന് സഭ അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയായിരുന്നു. ഞാൻ പറയാൻ ശ്രമിച്ചത്, നമ്മൾ ഈ അധികാരത്തിന് പുറകെ പോകാതിരിക്കാനുള്ള ഒരു വലിയ ചിന്ത നമ്മളെ എപ്പോഴും ഭരിക്കണം. ഒരു റോഡ് പണി വന്നാൽ അതിൻ്റെ കമ്മീഷൻ വേണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വർക്ക് വന്നാൽ അതിൽ നിന്ന് തട്ടിയെടുക്കണം. ഇതല്ല നമ്മുടെ ഒരു രീതി എന്ന് പറഞ്ഞാൽ. അതിനു വേണ്ടിയൊന്നുമല്ല. അധികാര സേവനത്തിനുള്ളതാണെന്ന തിരിച്ചറിവോടുകൂടെ പ്രവർത്തിക്കുന്ന നല്ല ലീഡേഴ്സ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകണം. അത് രാജ്യത്തിന് നൽകാൻ പറ്റുന്ന നല്ല ഒരു വലിയ കാര്യമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങളിൽ പല ആളുകളും ഇത്തരത്തിൽ രാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ വരട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾ PSC ഒക്കെ എഴുതി കേരള സ്ട്രീമിലേക്കും അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ടെസ്റ്റുകളൊക്കെ എഴുതി UPSCയിലും ഒക്കെ മുൻപോട്ട് വരാനായിട്ടുണ്ടാകണം. നമ്മുടെ കുഞ്ഞുങ്ങൾ അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാൻ മനസ്സുള്ളവരായിരിക്കണം. അങ്ങനെ രാജ്യത്തെ സേവിക്കാൻ കഴിയട്ടെ. പൊതുജന പ്രവർത്തകരായിരിക്കാൻ നമ്മുടെ ആളുകളൊക്കെ മുൻപോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കും. അനുഗ്രഹങ്ങളും ആശീർവാദവും നമ്മെല്ലാവരോടും നമ്മോർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, വിശേഷിച്ച ഈ ഭവനത്തോടും പ്രിയ കുഞ്ഞുമഞ്ചാനോടും കുടുംബത്തോടുകൂടെ ദൈവം അനുഗ്രഹിക്കുക ആസ്വദിക്കുകയും ചെയ്യുമാറാകട്ടെ.